ഹലോ കൂട്ടുകാരെ, ട്രിഗ്നോമെട്രി 101 കഴിഞ്ഞ ക്ലാസ് എല്ലാവരും കണ്ടു കാണുമല്ലോ. റേഷ്യോസ് ആണ് നമ്മളോട് പരിചയപ്പെട്ടത്. ഇന്ന് നമുക്ക് റെസിപ്രോക്കൽ റിലേഷൻസ് നോക്കാം. ഒരു റൈറ്റ് ട്രയാങ്കിൾ എ ബി സി, ലോങ്ങസ്റ്റ് സൈഡ് ഓപ്പോസിറ്റ് ടു റൈറ്റ് ആംഗിൾ ഈസ് ഹൈപ്പോട്ന്യൂസ്. ആംഗിൾ എ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് ഇവിടെയാണ്, അതിന്റെ അഡ്ജസന്റ് സൈഡ് ഇതാണ്. ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരാണെങ്കിൽ അതൊന്ന് കാണണേ. ഇതിന്റെ റേഷ്യോസ് സൈൻ എ, cos A, tan A, cosec A, sec A and cot A. Sin A opposite side by hypotenuse, cos A adjacent side by hypotenuse, tan A opposite side by adjacent side. കൊസീക് എ എന്ന് പറയുമ്പോൾ ഇതിന്റെ റെസിപ്രോക്കൽ ആയിരിക്കും, അതായത് സൈൻ എയുടെ റെസിപ്രോക്കൽ ആയിരിക്കും, അതായത് ഹൈപ്പോട്ന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഇതെല്ലാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇവരൊക്കെ തമ്മിലുള്ള റിലേഷനാണ് ഇവിടെ പഠിക്കേണ്ടത്. അതുപോലെ തന്നെ കോസ് എ എന്ന് പറയുമ്പോൾ ഹൈപ്പോട്ന്യൂസ് ബൈ അഡ്ജസന്റ് സൈഡ് ആൻഡ് കോട്ട് എ ഈസ് അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. സൈൻ എ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആയിരുന്നു, കൊസീക് എ അതിന്റെ റെസിപ്രോക്കൽ ആയിട്ട് ഹൈപ്പോട്ന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ് എന്ന് കിട്ടിയിട്ടുണ്ട്. കോസ് എ അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആയിരുന്നു, സീക് എ ഹൈപ്പോട്ന്യൂസ് ബൈ അഡ്ജസന്റ് സൈഡ്. ടാൻ എ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആയിരുന്നു, അതിന്റെ റെസിപ്രോക്കൽ ആണ് കോട്ട് എ, ദാറ്റ് ഈസ് അഡ്ജസന്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. സൈൻ എയുടെ റെസിപ്രോക്കൽ, സൈൻ എ എന്ന് പറയുന്നത് സൈൻ എ ബൈ 1 ആണെങ്കിൽ അതിന്റെ റെസിപ്രോക്കൽ 1 ബൈ സൈൻ എ എന്ന് എഴുതാലോ. കൊസീക് എ ഈക്വൽസ് ടു 1 ബൈ സൈൻ എ. സീക് എ കോസ് എയുടെ റെസിപ്രോക്കൽ ആണ്, കോസ് എ ഈസ് കോസ് എ ബൈ 1 എന്നാണെങ്കിൽ നമുക്ക് 1 ബൈ കോസ് എ എന്ന് എഴുതാലോ. അതുപോലെ തന്നെ കോട്ട് എ ടാൻ എയുടെ റെസിപ്രോക്കൽ ആണ്, ടാൻ എ ബൈ 1 ആണെങ്കിൽ നമുക്കിവിടെ 1 ബൈ ടാൻ എ എന്ന് എഴുതാലോ. ഇതുപോലെ തന്നെ സൈൻ എ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ്, അത് കൊസീക് എയുടെ റെസിപ്രോക്കൽ അല്ലേ, അപ്പൊ നമുക്ക് ഇവിടെ 1 ബൈ കൊസീക് എ എന്ന് എഴുതാം. കോസ് എ ഈക്വൽസ് ടു അഡ്ജസന്റ് സൈഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണല്ലോ, അത് സീക് എയുടെ റെസിപ്രോക്കൽ അല്ലേ, അപ്പൊ നമുക്ക് 1 ബൈ സീക് എ എന്ന് എഴുതാലോ. ഇനി ടാൻ എ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്, കോട്ട് എയുടെ റെസിപ്രോക്കൽ ആണ്, 1 ബൈ കോട്ട് എ എന്ന് എഴുതാം. മനസ്സിലായല്ലോ, ഇതാണ് നമ്മുടെ റെസിപ്രോക്കൽ റിലേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് സൈൻ എ ഈക്വൽസ് ടു 1 ബൈ കൊസീക് എ എന്ന് കിട്ടിയിട്ടുണ്ട്. കോസ് എ ഈക്വൽസ് ടു 1 ബൈ സീക് എ, ടാൻ എ ഈക്വൽസ് ടു 1 ബൈ കോട്ട് എ, cosec A equals to 1 by sin A, sec A equals to 1 by cos A, cot A equals to 1 by tan A. ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഒന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് നോക്കാം. സൈൻ എ ഇൻറ്റു കൊസീക് എ ഈക്വൽസ് ടു 1, ഇതൊരു റിലേഷനാണ്. ഇനി അടുത്തത് കോസ് എ ഇൻറ്റു സീക് എ ഈക്വൽസ് ടു 1, അടുത്തൊരു റിലേഷൻ കിട്ടി. ഇവിടെ ടാൻ എ ഇൻറ്റു കോട്ട് എ ഈക്വൽസ് ടു 1, കൊസീക് എ ഇൻറ്റു സൈൻ എ ഈക്വൽസ് ടു 1, സീക് എ ഇൻറ്റു കോസ് എ ഈക്വൽസ് ടു 1, കോട്ട് എ ഇൻറ്റു ടാൻ എ ഈക്വൽസ് ടു 1. എല്ലാവർക്കും മനസ്സിലായല്ലോ, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്തത്. ആദ്യം നമ്മൾ ഓരോ റേഷ്യോസും ഇതുപോലെ റെസിപ്രോക്കൽ ആയിട്ടുള്ള റിലേഷൻ എഴുതി അതിൽ നിന്ന് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്തപ്പോൾ നമുക്ക് പുതിയ 6 ഇക്വേഷൻസ് കിട്ടി. ഇത്രയും ക്ലിയർ ആണല്ലോ എല്ലാവർക്കും. പ്രൈമറി റേഷ്യോസ് ആയിട്ടുള്ള സൈൻ, കോസ് ആൻഡ് ടാൻ പഠിച്ചു കഴിഞ്ഞാൽ സൈനിന്റെ റെസിപ്രോക്കൽ കൊസീക്ക്, കോസിന്റെ റെസിപ്രോക്കൽ സീക്ക്, ടാനിന്റെ റെസിപ്രോക്കൽ കോട്ട്, അത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ എഴുതിയിട്ടുള്ള 6 ഇക്വേഷൻസ് വരെ ചെയ്യാൻ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുണ്ടാവില്ല. വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. നമുക്ക് ടാൻ എ ഈക്വൽസ് ടു 4/3, ഫൈൻഡ് ദ അതർ ട്രിഗ്നോമെട്രിക് റേഷ്യോസ് ഓഫ് ദ ആംഗിൾ എ. ഒരു റൈറ്റ് ട്രയാങ്കിൾ ഡ്രോ ചെയ്യാം. അതിന് നമുക്ക് എ ബി സി എന്ന് പേര് കൊടുക്കാം. കൺസിഡറിങ് ആംഗിൾ എ, ടാൻ എ ഈക്വൽസ് ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസന്റ് സൈഡ്, ഓപ്പോസിറ്റ് സൈഡ് ബി സി ബൈ അഡ്ജസന്റ് സൈഡ് ഈസ് എ ബി. ഇവിടെ ന്യൂമറേറ്റർ ബി സി 4 ആണ് തന്നിട്ടുള്ളത്, അത് ഇങ്ങോട്ട് എഴുതാം. അതുപോലെ തന്നെ 3 ആണ് അഡ്ജസന്റ് സൈഡ് തന്നിട്ടുള്ളത്, അത് ഇങ്ങോട്ട് എഴുതാം.
അപ്പോൾ 4/3 ആണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇത് റേഷ്യോസ് ആണ്. റേഷ്യോസ് എന്ന് പറയുമ്പോൾ സിംപ്ലസ്റ്റ് ഫോമിൽ എഴുതിയിട്ടുള്ളതായിരിക്കും റേഷ്യോസ്. അതുകൊണ്ട് നമുക്ക് ഇതിന് കെ എന്നും കൂടെ കൊടുക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് 4k/3k എന്ന് കൊടുക്കാം. ഇത് നമുക്ക് നിർബന്ധമായിട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിത് ക്യാൻസൽ ചെയ്യാം. 4k/3k കെയും ക്യാൻസൽ ആവും. 4/3 എന്ന് എഴുതാം. പക്ഷേ ഈ ഒരു സ്റ്റെപ്പ് ആരും സ്കിപ്പ് ചെയ്യരുത്. tan a കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ റെസിപ്രോക്കൽ ആയിരിക്കുമല്ലോ കോഡ് എ. കോഡ് എ ഈക്വൽസ് ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് AB/BC ഈക്വൽസ് ടു 3k/4k ഈക്വൽസ് ടു 3/4. എത്ര എഴുതാം. ഇനി ബാക്കിയുള്ള റേഷ്യോസ് ഒക്കെ കണ്ടുപിടിക്കണം. അതിനായിട്ട് നമുക്ക് ഹൈപ്പോട്ടന്യൂസ് എത്രയാണെന്ന് അറിയില്ല. പൈത്തഗോറസ് തിയറം യൂസ് ചെയ്തിട്ട് ഈ സൈഡ് കണ്ടുപിടിക്കണം. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽസ് ടു ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. ആൾട്ടിറ്റ്യൂഡ് ഈസ് 3 സ്ക്വയർ പ്ലസ് 4 സ്ക്വയർ ഈക്വൽസ് ടു 9 പ്ലസ് 16 ദാറ്റ് ഈസ് 25. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ആണ് 25. h ഈക്വൽസ് ടു √25 ദാറ്റ് ഈസ് 5. മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് ഈ ഹൈപ്പോട്ടന്യൂസ് 5k എന്ന് എഴുതാം. ഇനി ഓരോ റേഷ്യോസ് ആയിട്ട് എഴുതാം. എല്ലാ റേഷ്യോസും എല്ലാവരും പഠിച്ചിട്ടുള്ളതാണ്. ആർക്കും കൺഫ്യൂഷൻ ഒന്നുമില്ലല്ലോ. tan എയും കോഡ് എയും നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഇനി ബാക്കി എല്ലാ റേഷ്യോസും എഴുതാം. sin a, cos a, tan a, cosec a, sec a, cot a. sin a എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് ഈസ് 4k ബൈ ഹൈപ്പോട്ടന്യൂസ് ഈസ് 5k. കെയും ക്യാൻസൽ ആവും. 4/5 എന്ന് എഴുതാം. cos a ഈസ് adjacent side by hypotenuse. Adjacent side is 3k. 3k by 5k. k cancel. 3/5. tan a ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളതാണ്. അത് ഇങ്ങോട്ട് എഴുതാം. ഇനി cosec a equals to reciprocal of sin a 5/4. sec a reciprocal of cos a 5/3. cot a reciprocal of tan a that is 3/4. 6 റേഷ്യോസ് നമ്മൾ എഴുതി കഴിഞ്ഞു. ആകെ ഒരു റേഷ്യോ മാത്രമേ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നല്ലോ. എല്ലാം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയാലോ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. if 3 sin a equals to 1 then find the value of sec a. നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് എഴുതാം. 3 sin a equals to 1 sin a equals to ഈ 3 ഇങ്ങോട്ട് എടുക്കാം. 1/3 എന്ന് എഴുതാം. ഒരു റൈറ്റ് ട്രയാങ്കിൾ ABC ഡ്രോ ചെയ്യാം. അതിൽ കൺസിഡറിങ് ആംഗിൾ A. sin A ഈക്വൽസ് ടു 1/3. sin A എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണല്ലോ. ഇതാണ് ഓപ്പോസിറ്റ് സൈഡ്. അത് 1 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇവിടെ 3 ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് sec A ആണ്. sec A ഈക്വൽസ് ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇവിടെ നമുക്ക് ഓപ്പോസിറ്റ് സൈഡും ഹൈപ്പോട്ടന്യൂസും നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ അഡ്ജസൻറ്റ് സൈഡ് കണ്ടുപിടിക്കണം. അതിനായിട്ട് പൈത്തഗോറസ് തിയറം യൂസ് ചെയ്യാം. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽസ് ടു ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. ആൾട്ടിറ്റ്യൂഡ് അറിയില്ല. ഹൈപ്പോട്ടന്യൂസ് ഈസ് 3 സ്ക്വയർ ഈക്വൽസ് ടു a സ്ക്വയർ പ്ലസ് b സ്ക്വയർ ഈസ് 1 സ്ക്വയർ. then a സ്ക്വയർ ഈക്വൽസ് ടു 3 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ. 3 സ്ക്വയർ ഈസ് 9 minus 1 square is 1 equals to 8. a square equals to 8. a equals to √8. √8 എന്നത് നമുക്ക് √2 into 2 into 2 എന്ന് എഴുതാം. ഇത് നമുക്ക് 2√2 എന്ന് എഴുതാലോ. അപ്പോൾ നമുക്ക് അഡ്ജസൻറ്റ് സൈഡ് 2√2 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇത് യൂസ് ചെയ്തിട്ട് sec കണ്ടുപിടിക്കാം. അഡ്ജസൻറ്റ് സൈഡ് ഈസ് 2√2 ബൈ ഹൈപ്പോട്ടന്യൂസ് ഈസ് 3. ഇതാണ് നമ്മുടെ ആൻസർ. മനസ്സിലായല്ലോ. വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. if tan a equals to 5/12 then the value of sin a plus cos a by sin a minus cos a is. ഇവിടെ നമുക്ക് 4 ഓപ്ഷൻസ് വന്നിട്ടുണ്ട്. ഇതിൽ ഏത് ആൻസർ ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഒരു റൈറ്റ് ട്രയാങ്കിൾ ABC ഡ്രോ ചെയ്യാം. ഇവിടെ നമുക്ക് tan a 5/12 എന്നാണ് തന്നിട്ടുള്ളത്. tan a equals to opposite side by adjacent side equals to 5/12. tan a ആണല്ലോ. അപ്പോൾ ഈ ആംഗിളാണ് കൺസിഡർ ചെയ്യുന്നത്. ഓപ്പോസിറ്റ് സൈഡ് ഈസ് 5 ആൻഡ് അഡ്ജസൻറ്റ് സൈഡ് ഈസ് 12. ഹൈപ്പോട്ടന്യൂസ് എന്താണെന്ന് നമുക്ക് അറിയില്ല. അത് കണ്ടുപിടിക്കാം. അതിനായിട്ട് ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈക്വൽസ് ടു ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ്
ബേസ് സ്ക്വയർ, ആൾട്ടിറ്റ്യൂഡ് 12 ആണ്, 12 സ്ക്വയർ പ്ലസ് ബേസ് 5 സ്ക്വയർ ഈക്വൽസ് ടു 144 പ്ലസ് 5 സ്ക്വയർ ഈസ് 25. 144 പ്ലസ് 25 ഈസ് 169. എച്ച് സ്ക്വയർ ആണ് 169 എന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എച്ച് ഈക്വൽസ് ടു റൂട്ട് 169 ഈക്വൽസ് ടു 13. മനസ്സിലായല്ലോ. ഹൈപ്പോട്ടന്യൂസ് 13 എന്ന് നമുക്ക് ഇങ്ങോട്ട് എഴുതാം. ഇനി നമുക്ക് സൈൻ എ പ്ലസ് കോസ് എ ബൈ സൈൻ എ മൈനസ് കോസ് എ നോക്കാം. സൈൻ എ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, ദാറ്റ് ഈസ് 5/13 plus cos A. Cos A adjacent side by hypotenuse, that is 12/13 whole divided by sin A 5/13 minus cos A 12/13. അടുത്ത സ്റ്റെപ്പിൽ 5 plus 12 is 17. 17/13 divided by 5 minus 12 is -7/13 equals to 17/13 into 13 by -7. 13 cancel, then 17 by -7 equals to -17/7. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. മനസ്സിലായല്ലോ. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് റെസിപ്രോക്കൽ റിലേഷൻസ് ആയിരുന്നു. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തിട്ട് സോൾവ് ചെയ്യാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ചെയ്തത്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ എല്ലാ ട്രിഗ്നോമെട്രിക് റേഷ്യോസും സൈനിൻ്റെയും കോസിൻ്റെയും ടേംസിൽ എങ്ങനെയാണ് എഴുതാൻ പറ്റുന്നതെന്ന് നോക്കാം. ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യാനായിട്ട് വളരെയധികം നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു ടോപ്പിക് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇത് കണ്ടതിന് ശേഷം അഭിപ്രായങ്ങൾ പറയണം. ഒപ്പം നമ്മുടെ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ലേ. എന്നാൽ ശരി കൂട്ടുകാരെ, താങ്ക് യു, ബൈ ബൈ.